ഹലോ ഗേസ്, വെൽക്കം ടു മൈ ചാനൽ. ഏപ്രിൽ 10 എൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ പോസ്റ്റ് ചെയ്തത് മെയ് 7. മെയ് 7 കുറച്ച് ലേറ്റായപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് പുള്ളിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കേക്ക് കടയിൽ നിന്ന് വാങ്ങണമെന്ന്. സാറിന് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷേ അവന് പുറത്തുനിന്ന് വാങ്ങണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവദൂതനെ പോലെ മാമയല്ല ചേട്ടൻ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. ചേട്ടൻ്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ആ പൊതിയിൽ എന്തുണ്ടായിരുന്നു? കേക്ക് ഉണ്ടായിരുന്നു, ക്രീം കേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ കേക്ക് മുന്നിൽ വന്ന് വെച്ചപ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത്. അതാണല്ലോ സർപ്രൈസ്. അങ്ങനെ ഞങ്ങൾക്ക് തീപ്പെട്ടിയെല്ലാം മെഴുകുതിരി ഇല്ലാത്തതുകൊണ്ട് മാമേൻ്റെ തലയിൽ പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു. മെഴുകുതിരി ഇല്ലെങ്കിൽ എന്താണോ, നമുക്ക് കത്തിച്ചാൽ പോരായോ, അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി വെച്ച് കത്തിക്കാണോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തീപ്പെട്ടിക്കൊള്ളികൾ നിരത്തി വെച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. തീപ്പെരി പോലെ കത്തുന്നുണ്ടായിരുന്നില്ല, നല്ല ഭംഗിയൊക്കെ ആയിരുന്നു. ഞങ്ങളങ്ങനെ കേക്ക് ഓരോ കേക്കുകളുടെ സോഫ്റ്റ് ആയിരുന്നു. ഞങ്ങൾ എവിടെ നിന്നാണ് കേക്ക് എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്നാണ് കേക്ക് വാങ്ങിച്ചത്, നിങ്ങളുടെ അടുത്ത് തൊട്ട് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. പുതിയൊരു കടയുണ്ട്, അവിടെ നിന്നാണ്, നല്ല കേക്കാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പ്രഷനൊക്കെയാണ്, അയ്യോ ഇവിടെ പുതിയ കടയോ, അവിടെ ഈ കേക്കോ, കൊള്ളാമല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ ഇത്ര മനോഹരമായ കേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് തന്നെ, ഇത്രയും രുചിയുള്ള കേക്ക്. അതുകൊണ്ട് അതിൻ്റെ എക്സ്പ്രഷനും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ വരുന്ന പത്തനംതിട്ടയിലൊക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. എൻ്റെ എക്സ്പ്രഷൻ കണ്ട കൊള്ളായിരുന്നല്ലേ. പിന്നെ ചേച്ചിയുടെ എക്സ്പ്രഷൻ ടാറ്റ കാണിക്കുമല്ല, ചേച്ചി എൻ്റെ മുഖം കാണിക്കില്ലേ എന്നായിരുന്നു ചേച്ചിയുടെ എക്സ്പ്രഷൻ. അങ്ങനെ ഞങ്ങൾ എൻ്റെ നക്കുന്ന അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ക്രീം എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഈ ഫേഷ്യൽ എവിടെ നിന്ന് ആര് തേച്ചെന്നൊക്കെ ചോദ്യം വരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ ഇപ്പോൾ കാണും. പിന്നെ അവനവൻ കുച്ചിക്കൂടി അവനവൻ തന്നെ വീഴും. പിന്നെ പഴഞ്ചൊല്ലുണ്ടല്ലോ, പഴഞ്ചൊല്ലല്ലേ, ആയിരിക്കും, ആണ്. അപ്പം എന്താ ഈ നിമിഷം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം കണ്ടോ അതിനുള്ള ബാക്കി വരും. നിങ്ങൾ വിചാരിക്കും ഏതാടാ 2 കേക്ക് മുറിച്ചോ? സോറി, 2 കേക്കല്ല കേട്ടോ, വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുവാണ്. അതുകൊണ്ടാണ് വീണ്ടും കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ വന്നത്. അപ്പം എനിക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ വീഡിയോസാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഒന്ന് ക്ഷമിക്കുക, സഹിക്കുക, കാണുക. അങ്ങനെ വീണ്ടും കട്ട് ചെയ്തു. പിന്നെ അച്ഛൻ്റെ മോൻ്റെ സ്നേഹം കാണുമ്പോൾ തോന്നും അവരെപ്പോഴും സ്നേഹമാണ്. ചുമ്മാ അത് കേട്ടോ, ബർത്ത്ഡേ അല്ലയോ, അവൻ്റെ ബർത്ത്ഡേ അല്ലയോ, ആ ദിവസം കൊച്ചു സ്നേഹം എല്ലാവരും വായിക്കോരി കൊടുക്കും. രാജാവിനെ പോലെ ആയിരിക്കുമല്ലോ അന്നത്തെ ദിവസം നമ്മളെല്ലാവരും കാണുക. അതുപോലെ ഞാനും കണ്ടു. പിന്നെ എന്നെ അടിക്കുക ഉതിരക്കൊക്കെ ചെയ്തു. പിന്നെ തിരിച്ച് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ അല്ലേ. പിന്നെ എല്ലാ ദിവസവും അവൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ, നാളെ ഉണ്ട് എൻ്റെ ദിവസം. പക്ഷെ നാളെ അവൻ്റെ ബർത്ത്ഡേ അല്ല, വർഷത്തിലല്ലേ ഏപ്രിൽ 10 വരാകും. അതുകൊണ്ട് അന്നത്തെ ദിവസം ക്ഷമിച്ചു, ഞാൻ കണ്ണടച്ച് വിട്ടു. അപ്പോൾ നാളെ ബാക്കിയായ എല്ലാം പകരം കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ക്ഷമിച്ചത്. അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കുന്ന ആളല്ല, തിരിച്ച് റിയാക്റ്റ് ചെയ്യും. അപ്പോൾ ചേച്ചിക്ക് കേക്ക് കൊടുക്കാൻ നേരമാണ് ഞാൻ ആ ക്രീം എടുത്ത് ഫേഷ്യൽ ചെയ്തത്. എല്ലാവരും കണ്ടില്ല, അതാണ് ഞാൻ ചെയ്തത്. ആ പഴഞ്ചൊല്ല് എന്താ പറയുന്നത് ചോദിച്ചാൽ, ഇപ്പം കണ്ടോ, അവൻ്റെ കൈ തടഞ്ഞു വെച്ചു. കാരണം അവൻ തിരിച്ചെൻ്റെ മുഖത്ത് ക്രീം തേക്കുമെന്ന് തടഞ്ഞു വെച്ചു. പക്ഷേ ആ തക്കം നോക്കിയാൽ ചേച്ചി എൻ്റെ മുഖത്ത് താണ്ടേ തേച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേച്ചി ഇത് ചെയ്യുമെന്ന്. പക്ഷേ അന്നത്തെ ബർത്ത്ഡേ സൂപ്പറായിരുന്നു. സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യായിരുന്നു. എല്ലാം